ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമുക്ക് ഏഴാമത്തെ പാഠം നോക്കാം അല്ലെ. ശ്രദ്ധിക്കണം എല്ലാവരും. നിലാതീരത്ത്. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിലാ നദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 250 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിളാ നദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തിന് നടുവിലൂടെ ക്ഷീണിതയായി അടി കാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു. ആധുനിക കാലത്ത് നിളയെ തടഞ്ഞു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. നിള നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നിളാതീരത്തുള്ള തിരുനാവാ മണപ്പുറത്തായിരുന്നു. കേരളത്തിലെ ഭരണാധിപനെ വാഴിക്കൽ, അത് സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം അതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു പോകും. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുക്കാൻ വള്ളുവനാട്ടും രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവാ മണൽപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷപദം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും പ്രയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും 12 ദിവസം തുടർച്ചയായ അധ്യക്ഷനായിരുന്ന് മാമാങ്ക മഹോത്സവം നടത്തിയതിന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർപ്പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ഈ കാലത്താണ്. മാമാങ്ക മഹോത്സവം നടന്നിരുന്ന തീരം നിളയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞു നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്ര കഥകൾ ഇതെല്ലാം അവൾക്ക് അയവിറക്കാനുള്ളതാണ്. വീരപോരാട്ടങ്ങളുടെ കഥകൾ, ചാവേർപ്പടയുടെ രോമാഞ്ചജനകങ്ങളായ സാഹസിക കഥകൾ ഇവയൊക്കെ നിലയ്ക്ക് പറയാനുണ്ട്. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നിലയുടെ തീരത്ത് തന്നെ. മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഈ കലകൾ അഭ്യസിപ്പിക്കുന്നത് നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലം വളരെ പ്രസിദ്ധമാണ്. കഥകളി പരിശീലിപ്പിക്കുക മാത്രമല്ല, പുറത്തുപോയി കളിക്കുന്നതിനൊരു കളിയോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു. പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിലയുടെ തീരത്തുണ്ട്. തിരുനാവായ്, തിരുമിറ്റക്കോട്, ചമ്രമട്ടം, തിരുവില്ലാമല ഈ പേരുകളിൽ അവ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്ന നിളാതീരത്തായിരുന്നു. മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടത്തിരിപ്പാട്, MD വാസുദേവൻ നായർ, VKN അക്കിത്തം തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ പെടുന്നു. ഇവരുടെ സാഹിത്യ രചനകൾക്ക് നിള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. വേനലറുതിയിൽ നിള തളർന്ന് അവശ്യായിരിക്കും. വർഷാഗമത്തിൽ ഹർഷപുളകിതയാവും അവൾ. തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട്, ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യ ശ്ലോകങ്ങളായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ. അല്ലെ? അപ്പൊ നിളയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നിളയുടെ മറ്റൊരു പേരാണ് ഇത് ഭാരതപ്പുഴ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. പിന്നെന്താ, നിളാതീരത്ത് പ്രസിദ്ധമായ മാമാങ്കോത്സവം നടന്നിട്ടുണ്ടായിരുന്നു. അത് 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു ഉത്സവമാണ് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്തൊക്കെയാ ഇതിൽ പറയുന്നത്? നിളാതീരത്ത് ഒരുപാട് സാഹിത്യകാരന്മാർ
ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ നിളനിമിത്തമായി എന്നാ പറയുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ഇത്ര വരെ പറഞ്ഞുള്ളൂ. ആദ്യത്തെ 2 പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞുള്ളൂ. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിളാനദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് എന്ത്? നിള അല്ലെ. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ഇത് എവിടുന്നാ ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള എത്ര? 250 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പിന്നെ ഏതൊക്കെ ജില്ലകളെ തഴുകിക്കൊണ്ടാണ് ഇത് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ജില്ലകളെയാ? ഷോൺ കണക്ട് ചെയ്ത ഓഡിയോ. ഓക്കെ, ഏതൊക്കെ ജില്ലകളെയാ നമ്മൾ തഴുകിക്കൊണ്ട് പോകുന്നു പറഞ്ഞത്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ട് പറഞ്ഞെന്താ? അതിലേക്കൂടിയാണ് ഒഴുകിയിട്ട് പോകുന്നത് അല്ലെ നദി, നിളാനദി. ഓക്കെ. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തിന് നടുവിലൂടെ ക്ഷീണിതയായി അടി കാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു. അങ്ങനെ പറഞ്ഞെന്താ? വേനൽക്കാലത്ത് അതിലെ വെള്ളമൊക്കെ വറ്റും അല്ലെ, കുറയും. അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യും? ക്ഷീണിതയായി എന്ന് പറഞ്ഞെന്താ? വെള്ളമൊക്കെ കുറഞ്ഞ്, അതുകൊണ്ട് പറഞ്ഞ ക്ഷീണിതയായി അടി കാണുന്ന, വെള്ളം കുറയുമ്പോ എന്താ? അടി കാണും അല്ലെ. ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകും. ആര്? നിളാനദി. അവൾ എന്ന് പറഞ്ഞാൽ നിളാനദി. ഓക്കെ. പിന്നെന്താ പറഞ്ഞ? ആധുനിക കാലത്ത് അല്ലെ, ഈ പുതിയ കാലത്ത് എന്താ? നിളയെ തടഞ്ഞു നിർത്തി നാം വൈദ്യുതിക്കും അല്ലെ, കറണ്ടിനെ വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉയർന്നാണ് ഏതൊക്കെ? മലമ്പുഴ അണക്കെട്ട്, മംഗലം, മീൻകര, ചുള്ളിയാറ്, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. ഓക്കെ, നിളയെ കൊണ്ട് നമ്മൾ ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയാ പറഞ്ഞേ? മലമ്പുഴ അണക്കെട്ട്, മംഗലം, മീൻകര, ചുള്ളിയാറ്, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും അങ്ങനെ ഉണ്ടായതാണ് അല്ലെ. പിന്നെ പറയുന്ന അടുത്ത്, നിള നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ പ്രധാനമാണ് എന്ത്? മാമാങ്കോത്സവം. പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നിളാതീരത്തുള്ള തിരുനാവ മണപ്പുറത്തായിരുന്നു. പ്രസിദ്ധമായ മാമാങ്കോത്സവം നടന്നിരുന്നത് നിളാതീരത്തുള്ള, അതായത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവ മണൽപ്പുറത്തായിരുന്നു. തിരുനാവ നമ്മൾ പഠിക്കുന്നുണ്ട്, സോഷ്യലൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പൊ അതില് പറയുന്നുണ്ട് തിരുനാവ മണപ്പുറത്തായിരുന്നു എന്ത്? മാമാങ്ക മഹോത്സവം നടന്നിരുന്നത്. അപ്പൊ അതിലും ഭാരതപ്പുഴയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇവയെല്ലാം അതോടനുബന്ധിച്ച് എന്തൊക്കെയാ പറഞ്ഞേ? കേരളത്തിലെ ഭരണാധിപനെ വാഴിക്കൽ, അത് സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ, ഇവയെല്ലാം അതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു പോകുന്നു. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ അടുത്തതിൽ എന്താ പറയുന്നത്? മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത് അല്ലെ. മാമാങ്ക മഹോത്സവം നടന്നിരുന്നത് മലബാറിലെ മേൽക്കോയ്മക്കാർ, അതായത് മേൽത്തട്ടിൽ നിന്നിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഉണ്ടായിരുന്നത്. ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു അല്ലെ. ഒടുവിലത്തെ പെരുമാള് ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം, അതായത് മാമാങ്കോത്സവം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നു. എന്താ പറയുന്നത്? കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു അല്ലെ. കോഴിക്കോട് സാമൂതിരി പോർച്ചുഗീസുകാരുടെയും മറ്റും സഹായത്തോടെ മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അതുവരെ ആരായിരുന്നു? വള്ളുവനാട്ട് രാജാവായിരുന്നു ഇത് സ്ഥാനം തുടർന്നു പോയിരുന്നത്. അത് കഴിഞ്ഞ് പോർച്ചുഗീസുകാരുടെ സഹായത്തോടെ കോഴിക്കോട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുക്കാൻ വള്ളുവനാട്ട് രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവ മണൽപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ ഒരു പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ഉഗ്രമായ ഒരു പോരാട്ടമായിരുന്നു ആരുടെ? വള്ളുവനാട്ട് രാജാവിന്റെ ചാവേർപ്പടയും കോഴിക്കോട് സാമൂതിരിയുടെ ചാവേർപ്പടയും തമ്മിൽ തിരുനാവ മണപ്പുറത്ത് വെച്ച്
ഉഗ്രമായ പോരാട്ടങ്ങൾ നടന്നിരുന്നു അല്ലെ? ഇതിന്റെ മാമാങ്ക മഹോത്സവത്തിന്റെ അധിഷ്ഠാനം വീണ്ടെടുക്കാൻ വേണ്ടി. പിന്നെന്താ പറയുന്നത്? മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷത വേണം. എങ്ങനെയാ? ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ എത്രയാ? 12 വർഷമാണ് ഒരു വ്യാഴവട്ടക്കാലം. ഒരു വ്യാഴവട്ടക്കാലം. അപ്പൊ 12 വർഷം കഴിയുമ്പോൾ അടുത്ത ഉത്സവം നടക്കുന്ന സമയത്ത് അതിന്റെ അധ്യസ്ഥാനം ഒഴിയണം അല്ലെ? പഴയ ആള്. അങ്ങനെയാണ് അതിന്റെ വ്യവസ്ഥ അനുസരിച്ച്. പക്ഷേ ആര്? കോഴിക്കോട് സാമൂതിരി അതിന് തയ്യാറായിരുന്നില്ല എന്നർത്ഥം അല്ലെ? അപ്പോ മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷ പദം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും പ്രയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും 12 ദിവസം തുടർച്ചയായി അധ്യക്ഷനായിരുന്ന് മാമാങ്ക മഹോത്സവം നടത്തി തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർപ്പടിയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ഈ കാലത്താണ്. മനസ്സിലായില്ലേ? അത് മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം ആര്യ വള്ളുവനാട്ട് രാജാവായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കോഴിക്കോട് സാമൂതിരി അത് പോർച്ചുഗീസുകാരുടെയൊക്കെ സഹായത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും പിന്നീട് അത് ഒഴിയാൻ തയ്യാറായില്ല അല്ലെ? നിരവധി പോരാട്ടങ്ങൾ നടന്നു തിരുനാവായ മണപ്പുറത്ത് വെച്ച്. പക്ഷെ എങ്കിലും കോഴിക്കോട് സാമൂതിരി തന്നെ തുടർന്നു പോയി. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? മാമാങ്ക മഹോത്സവം നടന്നിരുന്ന തീരം നിളയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞു നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്ര കഥകൾ ഇതെല്ലാം അവൾക്ക് അയവിറക്കാനുള്ള. ആർക്ക്? നിളാതീരത്ത് വെച്ചാണ് ഒരുപാട് ചരിത്ര കഥകൾ ഉണ്ടായിരുന്നത്. അതുപോലെ മാമാങ്ക മഹോത്സവം ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ നിളാനദിക്ക് അയവിറക്കാനുള്ളതാണെന്ന് ഓർമ്മിക്കാനുള്ളതാണ്. വീര പോരാട്ടങ്ങളുടെ കഥകൾ, ചാവേർപ്പടിയുടെ രോമാഞ്ചജനകങ്ങളായ സാഹസിക കഥകൾ ഇവയൊക്കെ നിലക്ക് പറയാനുണ്ടല്ലോ. നിളാതീരത്ത് വെച്ച് തിരുനാവായ മണപ്പുറത്ത് വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിളാനദിക്ക് ഇതൊക്കെ അയവിറക്കാനുണ്ട്. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നിളയുടെ തീരത്താണ്. അപ്പൊ നിള ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അർത്ഥം. പ്രമുഖമായ ഒരു സ്ഥാനം നിളാനദിക്ക് ഉണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതാ കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നിളയുടെ തീരത്താണ്. പിന്നെന്താ പറഞ്ഞേ? മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു അല്ലെ? അതായത് നിളയുടെ തീരത്ത് തന്നെ എന്തൊക്കെ? കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? നിളയുടെ തീരത്താണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും എവിടെ അഭ്യസിപ്പിക്കുന്നു? കേരള കലാമണ്ഡലത്തിൽ അഭ്യസിപ്പിക്കുന്നുണ്ട്. അതെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നിളാതീരത്താണ്. ഈ കലകൾ അഭ്യസിപ്പിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലം വളരെ പ്രസിദ്ധമാണ്. കഥകളി പരിശീലിപ്പിക്കുക മാത്രമല്ല, പുറത്തുപോയി കളിക്കുന്നതിന് ഒരു കളിയോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമായി മാറ്റിയിരിക്കുന്നത് കേരള കലാമണ്ഡലം. പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വായിച്ചു നോക്കണം കേട്ടോ. പിന്നെന്താ പറഞ്ഞേ? പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുണ്ട്. തിരുനാവായി, ഏതൊക്കെ സ്ഥലങ്ങളാ? തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്ലാമല, ഈ പേരുകളിൽ അവ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് എവിടെയായിരുന്നു? നീളാതീരത്തായിരുന്നു. ആരൊക്കെയായിരുന്നു? മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടത്തിരിപ്പാട്, MT വാസുദേവൻ നായർ, VKN അക്കിത്തം തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ പെടുന്നു. അണ്ടർലൈൻ ചെയ്യണേ മക്കളെ, പ്രധാനപ്പെട്ട പോയിന്റിൽ അണ്ടർലൈൻ ചെയ്തോ. ആരൊക്കെയാണ്? കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് നീളാതീരത്തായിരുന്നു പറഞ്ഞു. ആരൊക്കെയായിരുന്നു അവര്? മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ, അണ്ടർലൈൻ ചെയ്തോട്ടോ. കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടത്തിരിപ്പാട്, MT വാസുദേവൻ നായർ, VKN അക്കിത്തം തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ പെടുന്നു.
അല്ലെ? അവരുടെ പേരുകൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഇവരുടെ സാഹിത്യ രചനകൾക്ക് നിള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സാഹിത്യ രചനകളൊക്കെ കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. നദി, ഒരു പുഴയുടെ തീരും നദിയുടെ തീരമൊക്കെ എന്താ സാഹിത്യകൃതികൾ എഴുതാൻ ആരെ കവികളെയും കലാകാരന്മാരെയൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് നിള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത് അല്ലെ? നല്ല കവികൾക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ പുഴാതിൽ നമുക്കിത് വലിയ ഇതൊന്നും തോന്നുമായിരിക്കില്ല, പക്ഷെ കവികൾക്കൊക്കെ പുഴ ഒഴുകുന്നത് കാണുമ്പോഴും ഒക്കെ വലിയ എഴുത്തുകൾ വരുന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിള കുറച്ചൊന്നല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. പിന്നെന്താ പറഞ്ഞ ലാസ്റ്റ്, വേനലറുതിയില് നിള തളർന്ന് അവശ്യായിരിക്കും അല്ലെ? എന്തായി? എന്തുകൊണ്ടാ? കടുത്ത ചൂട് നിളയെ ബാധിക്കും അല്ലെ? അപ്പൊ അവശ്യായിട്ടുണ്ടാവും. വർഷാഗമത്തിൽ ഹർഷ പുളകിത്, എന്താ? നല്ല പോലെ മഴ പെയ്യുമ്പോ സന്തോഷം കൊണ്ട് പുളകിതയാവും. ആര്? നിളാനദി. എന്തുകൊണ്ടാ? വെള്ളം നല്ലോണം നിറയുമ്പോ അത് പുളകിതാവും എന്ന് പറഞ്ഞു. പിന്നെന്താ പറയുന്നത്? തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട് ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ അല്ലെ? പുണ്യശ്ലോകയായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ. എന്തൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായത് നിളാതീരത്ത് എന്നുള്ള ഈ പാഠത്തില്? നിളയുടെ മറ്റൊരു പേര് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഭാരതപ്പുഴ അല്ലെ? നെക്സ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ മക്കളെ, നിങ്ങൾ ആകെ 3 പേരേ ഉള്ളത്, വലിയ സൗണ്ട് ഒന്നും വരാനില്ല. അപ്പൊ നിളയുടെ മറ്റൊരു പേരാണ് എന്ത്? ഭാരതപ്പുഴ അല്ലെ? ഭാരതപ്പുഴ. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? ഏതൊക്കെ സ്ഥലങ്ങളെ ടച്ച് ചെയ്തുകൊണ്ടാണ് നിളാനദി ഒഴുകുന്നത് എന്ന് പറഞ്ഞു. ഏതൊക്കെ ജില്ലകളെയാ? പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം. ഓക്കെ, ജില്ലകളെ. എവിടുന്നാണ് നിളാനദി ഉത്ഭവിക്കുന്നത്? ഓക്കെ, ആനമലയിൽ നിന്നാണ് അല്ലെ ഉത്ഭവിക്കുന്നത്. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? നമ്മുടെ ജലസേചനത്തിന് വേണ്ടിയും പിന്നെ മലമ്പുഴ അണക്കെട്ട്, മംഗലം, മീൻകര, ചുള്ളിയാറ്, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെ? നമ്മള് നിളയെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞെന്താ? പ്രസിദ്ധമായ ഏത് മഹോത്സവം? ഏത്? മാമാങ്കോത്സവം. അതായത് മാമാങ്കം നടത്തപ്പെട്ടിരുന്നത് എവിടെയായിരുന്നു? നിളാതീരത്തുള്ള എന്താ സ്ഥലത്തിന്റെ പേര്? ഒരു തിരുനാവ മണപ്പുറത്തായിരുന്നു മാമാങ്ക മഹോത്സവം നടന്നിരുന്നത് അല്ലെ? ഓക്കെ. എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്ക മഹോത്സവം നടക്കുന്നത്? 12 വർഷം. 12 വർഷം. അതായത് ഒരു വ്യാഴവട്ടക്കാലാണ് അല്ലെ? അതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത് ആരായിരുന്നു എന്നാ പറഞ്ഞേ? ആദ്യമൊക്കെ ആരായിരുന്നു? വള്ളുവനാട്ട് രാജാവ് ആയിരുന്നു. പിന്നീട് അത് കോഴിക്കോട് സാമൂതിരി ഏറ്റെടുത്തു. അതായത് കച്ചവടത്തിന് വന്ന പോർച്ചുഗീസുകാരുടെ സഹായത്തോടെ അത് കോഴിക്കോട് സാമൂതിരി അത് ഏറ്റെടുത്തു പറഞ്ഞു. അതിനുവേണ്ടി കുറെ ചാവേർപ്പടയും ഒക്കെ ആയി പോരാട്ടങ്ങൾ നടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൂടുതലും കോഴിക്കോട് സാമൂതിരി തന്നെ വഹിച്ചു അധ്യക്ഷ പദവി അല്ലെ? അങ്ങനെയാണ് ആ ഒരു പാരഗ്രാഫ് പറഞ്ഞത്. പിന്നെ നിളയിൽ പിന്നെന്തൊക്കെയാണ്? പ്രസിദ്ധമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്ത് എവിടെയാ? നിളാതീരത്താണെന്ന് പറഞ്ഞു അല്ലെ? അവിടെ ആരൊക്കെ? അപ്പൊ കേരള കലാമണ്ഡലം ആരംഭിച്ചത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെയാണ്? അണ്ടർലൈൻ ചെയ്തോ. ആരാണ് കേരള കലാമണ്ഡലം ആരംഭിച്ചത്? ഇപ്പൊ മിസ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോ. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തോ. നെക്സ്റ്റ് ആനമലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളെ കഴുകിക്കൊണ്ടാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. അതൊക്കെ അണ്ടർലൈൻ ചെയ്തോ. പിന്നെ എന്താ പറഞ്ഞത്? മാമാങ്ക മഹോത്സവത്തിന്റെ കാര്യം. നെക്സ്റ്റ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത് കോഴിക്കോട് സാമൂതിരി. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? പ്രസിദ്ധമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് നിളാതീരത്താണെന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ വേറെന്ത് പറഞ്ഞു? മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് എന്ത്? കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. ആരൊക്കെയാ? മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും എന്നുണ്ട് അല്ലെ? ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. പിന്നെന്താ പറഞ്ഞത്? കേരളത്തിൽ അവിടെ എന്തൊക്കെയാണ് അഭ്യസിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ത്?
കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, എന്തൊക്കെയുണ്ട് അപ്പോ? മോഹിനിയാട്ടമുണ്ട്, കോട്ടൻതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങി കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? അത് ഗവൺമെന്റ് ഏറ്റെടുത്ത കാര്യം, അതായത് കേരള കലാമണ്ഡലം ഗവൺമെന്റ് ഏറ്റെടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുണ്ട് അല്ലെ. നിളയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങൾ ഏതൊക്കെയാ? തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രമട്ടം, തിരുവില്ലാമല. അത് അണ്ടർലൈൻ ചെയ്തോ. നെക്സ്റ്റ് എന്താ? കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് നിളാതീരത്തായിരുന്നു. ആരൊക്കെയാണത്? മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടതിരിപ്പാടി, MT വാസുദേവൻ നായർ, VKN അക്കിത്തം തുടങ്ങിയവരാണ് ഇതിലെ പ്രധാനപ്പെട്ടവരല്ലേ. പിന്നെ വേനൽ ലാസ്റ്റ് പറഞ്ഞെന്താ? വേനലവധിയിൽ നില തളർന്ന ആവശ്യമായിരിക്കും, വർഷാഗമത്തിലെ ഹർഷപുളകിതയാവും അവൾ. തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട് ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യശ്ലോകയായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ. ഓക്കെ, അപ്പൊ പാഠം മനസ്സിലായോ മക്കളെ? നിളാതീരത്ത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചത്. അന്ന് ആൻമരിയ വായിച്ചിരുന്നില്ല അല്ലെ? ദിയ വായിച്ചോ? ഇല്ലേ, ഓർമ്മയില്ല. ആൻമരിയ വായിച്ചോ? പാഠം 7 നിളാതീരത്ത്. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിളാനദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിള നദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തിന് നടുവിലൂടെ ക്ഷീണിതയായി അടി കാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു. ആധുനിക കാലത്ത് നിളയെ തടുത്തു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീങ്കര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. നിള നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നിളാതീരത്തുള്ള തിരുനാവ മണൽപ്പുറത്തായിരുന്നു. കേരളത്തിലെ ഭരണാധിപനെ വാഴിക്കൽ, അത് സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം അതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു പോകുന്നു. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മക നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തിരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട്ട് സാമൂതിരി മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുക്കാൻ വള്ളുവനാട്ട് രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവ മണൽപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷപദം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും ഉപയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും 12
ദിവസം തുടർച്ചയായി അധ്യക്ഷനായിരുന്ന മാമാങ്ക മഹോത്സവം നടത്തി തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർ പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ഈ കാലത്താണ്. മാമാങ്ക മഹോത്സവം നടന്നിരുന്ന തീരം നിളയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞു നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്ര കഥകൾ. ഇതെല്ലാം അവൾക്ക് അയവിറക്കാനുള്ളതാണ്. വീരപോരാട്ടങ്ങളുടെ കഥകൾ, ചാവർപടയുടെ രോമാഞ്ചജനകങ്ങളായ സാഹസിക കഥകൾ, ഇവയൊക്കെ നിളയ്ക്ക് പറയാനുണ്ട്. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നിളയുടെ തീരത്ത് തന്നെ. മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിക്കുന്നു. ഈ കലകൾ അഭ്യസിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലം വളരെ പ്രസിദ്ധമാണ്. കഥകളി പരിശീലിപ്പിക്കുക മാത്രമല്ല, പുറത്തുപോയി കളിക്കുന്നതിന് ഒരു കളിയോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു. പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുണ്ട്. തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്വാമല, ഈ പേരുകൾ അവ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യ കലാകാരന്മാരും ജനിച്ചു വളർന്നത് നിളതീരത്തായിരുന്നു. മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT ഭട്ടതിരിപ്പാട്, MD വാസുദേവൻ നായർ, VKN അക്കിത്തം തുടങ്ങിയവർ ഈ കൂട്ടത്തിൽ പെടുന്നു. ഇവരുടെ സാഹിത്യ രചനകൾക്ക് നീള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. വേനലറുതിയിൽ നീള തളർന്ന് അവശയായിരിക്കും. വർഷാഗമത്തിൽ ഹർഷപുളകിതയാകും അവൾ. തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട് ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യ ശ്ലോകയായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ. ഓക്കെ, നെക്സ്റ്റ് ദിയ. പാഠം 7. നിളാതീരത്ത്. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിള നദിക്കുള്ളത്. പ്രശസ്തമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ആനമനയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ തഴുകിക്കൊണ്ടാണ് നിള നദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ വേണ്ടി വിധിക്കപ്പെടുന്നു. അങ്ങനെ ഒത്തുകാണാം മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. നിള നമ്മുടെ നാടിന്റെ ചരിത്രമായി ഏറെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് നിളതീരത്തുള്ള തിരുനാവ മണൽപ്പുറത്തായിരുന്നു. കേരളത്തിലെ ഭരണാധിപനായ വാഴിക്കൽ, അത് സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം അതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു പോന്നു. മാഘമാസം മംഗത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. മലബാറിലെ മേൽക്കോയ മകാരിയായിരുന്ന പെരുമക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടത്തിയിരുന്നത്. ഒടുവിലിതാ പെരുമാൾ ഈ അവകാശം വെള്ളുവനാട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനം, വാണിജ്യ വ്യവസായങ്ങൾ, പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നു.
കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റ് പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിൽ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുത്ത് വള്ളവനാട് രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തിനനുബന്ധിച്ച് തിരുനാവ മണൽപ്പുറത്തെ ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസായത്തിനനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷ പദം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും ഉപയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവയിൽ വരികയും 12 ദിവസം തുടർച്ചയായി അധ്യക്ഷനായി മാമാങ്ക മഹോത്സവം നടത്തി തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർപ്പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിച്ചിൽ നടന്നത് ഈ കാലത്താണ്. മാമാങ്ക മഹോത്സവം നടന്നിരുന്ന തീരം നിലയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞു നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്ര കഥകൾ ഇതെല്ലാം അയവിറക്കാനുള്ളതാണ്. വീരപോരാട്ടങ്ങളുടെ കഥകൾ, ചാവേർപ്പടയും രോമാഞ്ചജനകമായ സാഹസിക കഥകൾ ഇവയൊക്കെ നിലയ്ക്ക് പറയാനുണ്ട്. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് നിളയുടെ തീരത്ത് തന്നെ. മഹാകവി വെള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന് തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പച്ചവാദ്യം തുടങ്ങി കേരള കലകളും ഇവിടെ അഭ്യസിക്കുന്നുണ്ട്. ഈ കളികൾ അഭ്യസിപ്പിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള കൂത്തുമ്പലം വളരെ പ്രശസ്തമാണ്. കഥകളി പരിശീലിപ്പിക്കുന്ന മാത്രമല്ല, പുറത്തുപോയി കളിക്കുന്നതിന് ഒരു കളിയോഗം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു. പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുണ്ട്. തിരുനാവായ, തിരുമുറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്ലാമല ഈ പേരുകളിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തമായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് നിള തീരത്തായിരുന്നു. മഹാകവി വെള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT ഭട്ടതിരിപ്പാട്, MD വാസുദേവൻ നായർ, VK അക്കിത്തം തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഇവരുടെ സാഹിത്യ രചനകളിൽ നിള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. വേനലറുതിയിൽ നിള തളർന്ന അവശയായിരിക്കും. ഹർഷപുളകിതയാകും അവൾ. തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട് ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യശ്ലോകിയായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ. ഓക്കെ, 2-3 പ്രാവശ്യം ഇത് വായിക്കണേ പാഠം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സമയം കഴിയാറായല്ലോ. ബൈ. ഓക്കെ ബൈ. ഷോൺ പോയിന്ന് തോന്നുന്നു.